Prove that any parallelogram which is not rectangle is not cyclic. റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലോഗ്രാം ഒന്നും സൈക്ലിക് അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് റെക്റ്റാങ്കിൾ ആവുന്നതൊക്കെ സൈക്ലിക് ആയിരിക്കും. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് 90 ഡിഗ്രിയാണ്. ഈ 90 ആഡ് ചെയ്യുമ്പോൾ 180 അപ്പോൾ റെക്റ്റാങ്കിൾസ് ഒക്കെ എന്താണ്? സൈക്കിൾസ് എന്ന് പറയാം. റെക്റ്റാങ്കിൾ സൈക്കിളാണ്. നമ്മൾ സ്ക്വയർ സൈക്ലിക്കാണ്. ഇവിടെ പറയുന്നത് ഈ പാരലോഗ്രാം റെക്റ്റാങ്കിൾ അല്ലാത്തൊരു പാരലോഗ്രാം. ഇപ്പം നമുക്ക് റെക്റ്റാങ്കിൾ അല്ലാത്തൊരു പാരലോഗ്രാം വരയ്ക്കാം. ഞാൻ റെക്റ്റാങ്കിൾ അല്ലാത്തൊരു പാരലോഗ്രാം വരച്ചു. റെക്റ്റാങ്കിൾ അല്ലാത്തൊരു പാരലോഗ്രാം. എന്നിട്ട് നമ്മൾ പറയുന്നു ഈ ആംഗിൾ എന്താണ്? എക്സ് ആണ്. ഈ ആംഗിൾ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഒരു പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ നമുക്കറിയാം. പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആകുമ്പോൾ നമുക്ക് പറയാം എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു വാട്ട്? 180. ഇത് സൈക്ലിക് ആണെങ്കിൽ, ഈഫ് സൈക്ലിക് ആണെങ്കിൽ ഈഫ് സൈക്ലിക് എക്സ് പ്ലസ് എക്സ് ഈക്വൽ 180. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 90 ആയിട്ട് മാറും. അതായത് ഇത് റെക്റ്റാങ്കിൾ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് ഇത് സൈക്ലിക് ആണെങ്കിൽ എക്സ് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. എക്സ് എങ്ങനെ തന്നെ നിൽക്കണം? 90 ഡിഗ്രി തന്നെ നിൽക്കണം. അപ്പോൾ അതെന്തായിട്ട് മാറും? റെക്റ്റാങ്കിൾ ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു പാരലോഗ്രാം സൈക്ലിക് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ റെക്റ്റാങ്കിൾ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് നോൺ ഐസോസലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. ഒരു നോൺ ഐസോസലസ് ട്രപ്പീസിയം നോട്ട് സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഐസോസലസ് ട്രപ്പീസിയം നമുക്ക് അറിയാം. ഐസോസലസ് ട്രപ്പീസിയം സൈക്ലിക് ആണ്. സ്ക്വയറും റെക്റ്റാങ്കിളും ഐസോസലസ് ട്രപ്പീസിയം സൈക്ലിക് ആണ്. നോൺ ഐസോസലസ് ട്രപ്പീസിയം സൈക്ലിക് അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നോൺ ഐസോസലസ് ട്രപ്പീസിയം വരയ്ക്കവിടെ. ഒരു നോൺ ഐസോസലസ് ട്രപ്പീസിയം നമ്മൾ വരയ്ക്കണം. നോൺ ഐസോസലസ് ട്രപ്പീസിയം വരച്ചു. ഇവിടെ നമുക്ക് കൊടുക്കാം ഈ ആംഗിൾ എന്താണ്? എക്സ് ആണ്. ഇഫ് ഇറ്റ് ഈസ് സൈക്ലിക് വാട്ട് ഹാപ്പൻ? ദിസ് ആംഗിൾ ഈസ് 180 മൈനസ് എക്സ്. ഈ ആംഗിൾ 180 മൈനസ് എക്സ് ആവും. ഈ ആംഗിൾ 180 മൈനസ് എക്സ് ആവുമ്പോൾ ഇത് രണ്ടും പാരലലാണ്. ഇത് രണ്ടും പാരലൽ ആവുമ്പോൾ ഇത് 180 മൈനസ് എക്സ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും ആഡ് ചെയ്താൽ 180 കിട്ടണം, പാരലൽ ആയതുകൊണ്ട്. അപ്പോൾ ഈ ആംഗിൾ എന്തായിട്ട് മാറും? എക്സ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു നോൺ ഐസോസലസ് ട്രപ്പീസിയം സൈക്ലിക് ആണെങ്കിൽ ബേസ് ആംഗിൾസ് ഈക്വലായി മാറി. രണ്ട് ബേസ് ആംഗിൾ ഈക്വൽ ആയിട്ട് മാറുമ്പോൾ അത് എന്തായിട്ട് മാറും? ഐസോസലസ് ട്രപ്പീസിയായി മാറും. ഐസോസലസ് ട്രപ്പീസിയം വരും. അപ്പോൾ നമ്മൾ കണ്ടെത്തിയത് ഈ ഒരു നോൺ ഐസോസലസ് ട്രപ്പീസിയം സൈക്ലിക് ആണെന്ന് കരുതി. പക്ഷെ നമുക്ക് മനസ്സിലായി അത് സൈക്ലിക് ആകുമ്പോൾ അതൊരു ഐസോസലസ് ട്രപ്പീസിയം മാറുന്നു. അത് നോൺ ഐസോസലസ് ട്രപ്പീസിയംസ് ഒന്നും സൈക്ലിക് അല്ല എന്ന് കിട്ടും. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിതിൽ ആംഗിൾ മെഷർ ചെയ്യാനാണ്. നമുക്ക് ആംഗിൾ മെഷർ ചെയ്യണമെങ്കിൽ ഈ ആംഗിൾ മെഷർ ചെയ്ത ആംഗിൾ മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് വേണം, അല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാനുള്ളൊരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈക്വലാറ്റർ ആംഗിളാണ്. ഈക്വൽ ട്രയാംഗിൾ ആകുമ്പോൾ എത്രയായിട്ട് മാറും? 60 ആയിട്ട് മാറും. അപ്പോൾ ഈ ആംഗിൾ രണ്ടിൻ്റെ സമ്മ് 180 ആണ്. ഇതിന് ഡബിൾ അല്ല എഴുതുന്നത്. രണ്ടിൻ്റെ സമ്മ് 180 ആണ്. അപ്പോൾ 60 120 ആഡ് ചെയ്താൽ 180 കിട്ടും. ഇവിടെ നമുക്ക് എന്ത് വേണം? ഈ ആംഗിൾ വേണം. ഈ ആംഗിൾ വേണമെങ്കിൽ ഇതിലൊരു ക്വാഡ്രിലേറ്റർ വേണം. ഇതുള്ള ക്വാഡ്രിലേറ്റർ ബോർഡല്ല, ക്വാഡ്രിലേറ്റർ അല്ല, ഇതുള്ളൊരു ക്വാഡ്രിലേറ്റർ വരയ്ക്കാം. ഈ ഡയഗണൽ വരയ്ക്കുമ്പോൾ ഇതുള്ളൊരു ക്വാഡ്രിലേറ്ററായി മാറും. ഈ ക്വാഡ്രിലേറ്ററിൽ ഈ ആംഗിൾ 45 ആണ്. മൊത്തം 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 45 ആണ്. അപ്പോൾ 180 45 മൈനസ് ചെയ്യുക. 180 മൈനസ് 45 135 കിട്ടും. ഈ ആംഗിൾ 135 വന്നിട്ട്. അടുത്ത് ഇൻ പിക്ചർ ബിലോ 2 സർക്കിൾസ് ഇന്റർസെക്ട് അറ്റ് പി ആൻഡ് ക്യൂ. ലൈൻസ് ത്രൂ ദിസ് പോയിന്റ്സ് മീറ്റ് ദ സർക്കിൾ ABCD. രണ്ട് സർക്കിൾ പിയിലും ക്യൂവിലും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ലൈൻസ് ത്രൂ ദിസ് പോയിന്റ്സ് മീറ്റ് ദ സർക്കിൾസ് അറ്റ് ABCD. ABCD എന്ന പോയിന്റുകളാണ് മീറ്റ് ചെയ്യുന്നത്. AC ആൻഡ് BD ആർ നോട്ട് പാരലൽ. ACയും BDയും പാരലൽ അല്ല. പ്രൂവ് ദാറ്റ് ഇഫ് ദീസ് ലൈൻസ് ആർ ഈക്വൽ ലെങ്ത്, അതായത് ACയും BDയും ഈക്വൽ ആവുമ്പോൾ ABDC ഈസ് എ സൈക്ലിക് കോർഡിനേറ്റർ എന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. സൈക്ലിക് കോർഡിനേറ്റർ എന്ന് പ്രൂവ് ചെയ്യണം.
അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഈ ലൈൻ വരയ്ക്കാം. ഈ ലൈൻ വരയ്ക്കുമ്പോൾ കാണുന്നത് എന്താ? ഇഫ് ദിസ് ആംഗിൾ ഈസ് എക്സ്, ഇതൊരു സൈക്ലിക് ആണല്ലോ. അപ്പോൾ ഈ ആംഗിൾ എന്തായിട്ട് മാറും? 180 മൈനസ് എക്സ് ആയിട്ട് മാറും. ഇത് 180 മൈനസ് എക്സ് ആകുമ്പോൾ ഈ ആംഗിൾ എന്തായിട്ട് മാറും? എക്സ് ആയിട്ട്. ഇത് രണ്ടും കൂട്ടിയാൽ 180 വരണം. അപ്പോൾ ഈ ആംഗിൾ എക്സ് ആയിട്ട് മാറും. ഇത് എക്സ് ആകുമ്പോൾ ഇത് വീണ്ടും എന്തായിട്ട് മാറും? 180 മൈനസ് എക്സ് ആയി മാറും. അപ്പോൾ ഈ ആംഗിൾ എക്സ്, ഈ ആംഗിൾ 180 മൈനസ് എക്സ്, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുകയാണ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുമ്പോൾ നമുക്ക് പറയാം എ ബി പാരലൽ ടു സി ഡി. എ ബിയും സി ഡിയും പാരലാണ് കിട്ടും. എ ബിയും സി ഡിയും പാരലൽ ആകുമ്പോൾ ട്രപ്പീസിയായി. ഈ ക്വാഡ്രിലേറ്റർ എന്തായി മാറി? ട്രപ്പീസിയായി മാറി. പിന്നെ പറയുന്നത് എന്താണ്? ഇഫ് ദീസ് ലൈൻസ് ആർ ഈക്വൽ ലെങ്ത്, ഈ രണ്ട് നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആകുമ്പോൾ ഈ മൊത്തം ക്വാഡ്രിലേറ്റർ എന്തായിട്ട് മാറും? ഐസോസ്ലസ് ട്രപ്പീസിയായി മാറും. ഐസോസ്ലസ് ട്രപ്പീസിയം. നമുക്കറിയാം ഐസോസ്ലസ് ട്രപ്പീസിയംസ് ആർ വാട്ട്? സൈക്ലിക്. എല്ലാ ഐസോസ്ലസ് ട്രപ്പീസിയംസും എന്താണ്? സൈക്ലിക് ആണ്. അപ്പോൾ ഈ മൊത്തം പറയുന്ന ക്വാഡ്രിലേറ്റർ എന്തായി മാറി? സൈക്ലിക്കായി മാറി.